സ്വർഗനാട്ടിലെത്തി ഞാനൻ പ്രിയനെ സ്വന്ത കണ്ണാൽ കാണും ദിവ്യ തേജസ്സിൽ. സ്വർഗനാട്ടിലെത്തി ഞാനൻ പ്രിയനെ സ്വന്ത കണ്ണാൽ കാണും ദിവ്യ തേജസ്സിൽ. പാടുമന്നും തൻ്റെ സ്നേഹം നിത്യസ്നേഹമെന്നും ഞാൻ ക്രൂശിലോളമേശു എന്നെ സ്നേഹിച്ചു. പാടുമന്നും തൻ്റെ സ്നേഹം നിത്യസ്നേഹമെന്നും ഞാൻ ക്രൂശിലോളമേശു എന്നെ സ്നേഹിച്ചു. ക്രൂശിലോളമേശു എന്നെ സ്നേഹിച്ചു. ക്രൂശിലോളമേശു എന്നെ സ്നേഹിച്ചു. നിത്യമാം സ്നേഹത്താൽ നിത്യതയോളവും നിശ്ചയമനേശു എന്നെ സ്നേഹിക്കും. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് നാറ്റ് ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ TG മാത്യു കോന്നി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. കഴിഞ്ഞ 23 എപ്പിസോഡുകളിലായിട്ട് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്നും 2-ാം അധ്യായം 13 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും നാം അല്പമായിട്ട് ശ്രദ്ധിക്കുകയുണ്ടായി. ഇന്ന് അതിൻ്റെ 14-ാം വാക്യം വായിച്ച് അതിൽ നിന്നും ചില ആത്മീയ ചിന്തകൾ നമുക്കൊരുമിച്ച് പങ്കുവെക്കുവാനാണ് കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. 14-15 വാക്യം ഞാനൊന്ന് വായിക്കുന്നു. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്പ്പാൻ ബാലാക്കിനെ ഉപദേശിച്ചു കൊടുത്ത ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്ക് ഉണ്ട്. ഔവണ്ണം നിക്കോലാവിയരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ അതിൻ്റെ 13-ാം വാക്യം വായിച്ചപ്പോൾ നാം മനസ്സിലാക്കിയത് പെർഗമോസ് സഭയുടെ നല്ല ഗുണവിശേഷങ്ങൾ കർത്താവ് അവിടെ എടുത്തു പറയുകയും അതിനെ പ്രശംസിക്കുന്നതായിട്ടും നാം ചിന്തിക്കുകയുണ്ടായി. എന്നാൽ നാം വായിച്ച ഈ വേദഭാഗം നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരുടെ കുറ്റം എടുത്തു കാണിച്ചുകൊണ്ട്, അവരുടെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ വളരെ ഗൗരവത്തോടെ കർത്താവ് ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. പലപ്പോഴും മാനുഷ്യമായ നിലയിൽ നാം ചിന്തിച്ചാൽ കുറേ നല്ല ഗുണങ്ങൾ ഉള്ള ഒരു വിശ്വാസി അഥവാ ഒരു സഭയെ സംബന്ധിച്ച് പലപ്പോഴും ചെറിയ ചെറിയ തെറ്റുകൾ നാം മനസ്സിലാക്കാറില്ല. അഥവാ മനസ്സിലാക്കിയാൽ തന്നെ അതിനെ അങ്ങ് അവഗണിച്ച് വിടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇത് വലിയൊരു പരാജയമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ കർത്താവ് അങ്ങനെയല്ല. നല്ല ഗുണങ്ങൾ എത്ര തന്നെ ഉണ്ടായിരുന്നാലും അവരുടെ തെറ്റ് വളരെ ഗൗരവത്തോടെ ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് നാം മനസ്സിലാക്കിയിരിക്കണം. അവിടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ദൈവമക്കളായിരിക്കുന്ന നാം നമ്മുടെ ഉള്ള അവസ്ഥ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഉള്ള അവസ്ഥ തിരിച്ചറിയണമെങ്കിൽ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ കൂടെ നാം നമ്മെ ഒന്ന് പരിശോധിക്കണം. നാം പലപ്പോഴും മറ്റുള്ളവരെ ഒന്ന് പരിശോധിച്ച് അവരുടെ അവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളത് നാം പലപ്പോഴും അത് ശ്രദ്ധിക്കാറില്ല. അവിടെയാണ് ഏറ്റവും വലിയ പരാജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ കൂടെ നമ്മിലേക്ക് നാം തന്നെ ഒന്ന് നോക്കുമ്പോഴാണ് നമ്മുടെ ഉള്ള അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ കുറവെന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നമുക്കറിയാം, യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ യെശയ്യാവ് അവിടെ കർത്താവിനെ കാണുവാൻ, കർത്താവിൻ്റെ മഹത്വം താൻ മനസ്സിലാക്കുന്നതിനായിട്ട് ഇടയായി. ആ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ
സറാബുകളാൽ ആരാധ്യനായിരിക്കുന്ന കർത്താവിൻ്റെ ആ മഹത്വം ദർശിച്ചപ്പോൾ തന്നിലേക്കൊന്ന് നോക്കുവാൻ ഇടയായിത്തീർന്നു. അവിടെ തൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, എനിക്ക് അയ്യോ കഷ്ടം. താനവിടെ നിലവിളിക്കുകയാണ്, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. എന്താണ് അവൻ്റെ കുറവുകൾ കണ്ടുപിടിക്കാനുള്ള, അല്ലെ അവൻ്റെ കുറവുകൾ മനസ്സിലാക്കുവാനുള്ള കാരണം? അവൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ രാജാവിനെ കണ്ടു എന്നുള്ളതാണ്. കർത്താവിനെ ഉള്ള മഹത്വത്തോടു കൂടി അവൻ കണ്ടു. മനുഷ്യൻ്റെ പരിമിതിക്കനുസരിച്ച് എത്രത്തോളം കർത്താവിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കുമോ, അതേ നിലയിൽ യെശയ്യാ പ്രവാചകൻ തന്നെ ആ കർത്താവിനെ കാണുകയും അതേ നിലയിൽ തന്നിലേക്ക് തന്നെ താനൊന്ന് നോക്കുകയും ചെയ്തു. അപ്പോൾ തൻ്റെ ഉള്ള അവസ്ഥ അവിടെ മനസ്സിലായി. അത് ദൈവസന്നിധിയിൽ അവൻ ഏറ്റു പറഞ്ഞു. അതിന് പരിഹാരം അവിടെ ഉണ്ടായി എന്നുള്ളത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നു. പെർഗമോ സഭയെ സംബന്ധിച്ചും നാം ഇവിടെ വായിച്ച ഈ വേദഭാഗത്ത് കർത്താവ് 2 കുറ്റമാണ് അവിടെ എടുത്തു പറയുന്നത്. ഒന്ന്, ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. രണ്ടാമത്തെ കുറ്റം, നിക്കോലാവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവരും അവിടെ നിനക്കുണ്ട്. അതാണ് ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് എത്ര നല്ല ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ തെറ്റ് വളരെ ഗൗരവമായിട്ട് കർത്താവ് ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ബിലയാമിൻ്റെ ഉപദേശം? നമുക്കറിയാം, സംഖ്യാപുസ്തകം 22 മുതൽ 25 വരെയുള്ള അധ്യായം വായിച്ചാൽ ഏറെക്കുറെ നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാകുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ ഇസ്രായേൽ ജനം, ദൈവം നടത്തിക്കൊണ്ടുവന്ന ജനം, ദൈവം ഇതുവരെയും പരിപാലിച്ചതായ ആ ദൈവജനം, ദൈവത്തെ ആരാധിച്ച ദൈവത്തിൻ്റെ ജനം ഇവിടെ ഇതാ അന്യദേവന്മാരോട് ചേരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അന്യദേവന്മാരെ ആരാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മോവാബിയ സ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്തി അവിടെ ഒരു ഇടകലർന്ന് പോകുന്നതായ ഒരവസ്ഥ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ജീവനുള്ള ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന ജനം ഇപ്പോൾ അന്യദേവന്മാരെ ആരാധിക്കുകയും നമസ്കരിക്കുകയും ആ ബാൽപയോരിനോട് ചേർന്ന് പോകുന്നതായ ഒരവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ യഹോവയുടെ കോപം ജ്വലിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവം അവരെ ശിക്ഷിക്കുന്നതായിട്ട് നമുക്കവിടെ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ ഈ പെർഗമോ സഭയുടെ കാലഘട്ടത്തിൽ അവിടെ നമുക്കറിയാം, റോമൻ ഭരണാധികാരിയായിരുന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിക്കുകയും AD 316 മുതൽ അതിനെ ഒരു രാജകീയ മതമായി ഉയർത്തുകയും ചെയ്തു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ പെർഗമോ സഭാ വിശ്വാസികൾ ആ സഭയിലേക്ക് ഈ ദുരുപദേശം കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അതുകൊണ്ട് സഭാവിശ്വാസികളും സത്യമാർഗം വിട്ട് ക്രിസ്തുവിനെ വിട്ട് ഈ അന്ധകാര യുഗത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ക്രൈസ്തവ സഭ ആ കാലഘട്ടത്തിൽ അന്ധകാര യുഗത്തിലേക്ക് അധംപതിച്ചതായിട്ട് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അവർക്കുണ്ടായ ഈ അധംപതനത്തെയാണ് ബിലയാമിൻ്റെ ഉപദേശത്തോട് ഇവിടെ കർത്താവ് സദൃശ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നും നാം വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നാം സൂക്ഷിച്ച് ജീവിക്കേണ്ട, നമ്മുടെ തലമുറകളെ ഓർത്ത് ഭാരപ്പെടേണ്ട, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, അവരെ ശരിയായ സത്യോപദേശത്തിലേക്ക് നടത്തിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതാണ് ദൈവവചനം ഓർപ്പിക്കുന്നത്. രണ്ടാമതായിട്ട് അവിടെ പറയുകയാണ്, നിക്കോലാവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ. മറ്റേത് ബിലയാമിൻ്റെ ഉപദേശം മുറുകെ പിടിച്ചിരിക്കുന്നവർ, ഇവിടെ കൈക്കൊള്ളുന്നവർ. അപ്പോൾ ഈ ഉപദേശം സ്വീകരിച്ചവർ അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മെ ഓർപ്പിക്കുകയാണ്. ഇതിൻ്റെ ഈ ഉപദേശം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ നമുക്കറിയാം, പട്ടക്കാർ, ഐമേനികൾ എന്ന വേറെ വ്യത്യാസം അവിടെ ഉണ്ടാകുകയും അവിടെ പട്ടക്കാരുടെ ഇടയിൽ മെത്രാന്മാർ, ഉയർന്ന മെത്രാന്മാർ എന്നുള്ള ആ നിലയിലേക്ക്
സഭ ഒരു നേതൃത്വത്തിലേക്ക് കടന്നു വരുകയുണ്ടായി എന്നുള്ളത്, മാനുഷ്യമായ ഒരു നേതൃത്വത്തിലേക്ക്, ഒരു നിയന്ത്രണത്തിലേക്ക് അവിടെ കടന്നു വരുന്നു. കർത്താവുമായിട്ടുള്ള ബന്ധം അവിടെ ഇല്ലാതായി തീരുന്നു എന്നുള്ളത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ നിക്കോലാവിയർ എന്ന് പറയുമ്പോൾ നിക്കോ ലാവോസ് എന്ന് പറയുന്ന രണ്ട് ഗ്രീക്ക് വാക്കുകൾ ചേർന്ന് വരുന്നതാണ്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: നിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീഴ്പ്പെടുത്തുന്നവൻ എന്നാണ് അർത്ഥം. ലാവോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനം. അപ്പം ജനത്തെ കീഴ്പ്പെടുത്തുന്നവർ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അന്ന് ഈ ശരിയായ ആത്മീയ നേതൃത്വത്തിൽ പോയിക്കൊണ്ടിരുന്ന ഈ സ്ഥലസഭയിലേക്ക് ഇതൊരു ക്രിസ്തുമാർഗം അത് വിട്ട് ഒരു ക്രിസ്തുമതമായി തീർന്നപ്പോൾ മാനുഷികമായ നിയന്ത്രണത്തിലേക്ക് പോയി സഭ ഒരു അന്ധകാര യുഗത്തിലേക്ക് കടന്നു പോയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ സഭയ്ക്കുള്ളിൽ പ്രവേശിച്ച ഈ രണ്ട് വ്യാജോപദേശങ്ങളാണ് ക്രൈസ്തവ മാർഗത്തെ, ക്രൈസ്തവ മതമെന്ന അന്ധകാരത്തിലേക്ക് നയിക്കപ്പെടുവാനിടയായി. ഇന്നും നമ്മുടെ തലമുറകളെ ഓർത്ത് നാം ഭയപ്പെടേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലമുറകൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പറയാറുണ്ട്. എന്നാൽ അതിനുവേണ്ടി നാം എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കിയിരിക്കുന്നത്. സത്യമാർഗം അനുസരിച്ചുകൊണ്ട് ദൈവവചനപ്രകാരമുള്ള സത്യങ്ങൾ ഉപദേശിച്ചുകൊണ്ട് സ്ഥലം സഭയിൽ ആത്മീകമായ ശരിയായ ആത്മീക നേതൃത്വം അത് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ആ നിലയിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. വരും ദിവസങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട്, കർത്താവിൻ്റെ നല്ല ഗുണങ്ങൾ ഉള്ളവരായിട്ട് തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.